പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവിൻ്റെ ആണിപ്പഴുതാർന്ന കൈകളാണ് നിന്റെ ഉദര രോഗത്തിൻ്റെ കർത്താവ് വെച്ചിരിക്കുന്നത്. നിന്റെ കൈകളെ ഉപയോഗിക്കുന്നുവെന്നുള്ള വലിയ വിശ്വാസം നിനക്കുണ്ടാകണം. ചിലപ്പോൾ ഉദരത്തിൽ സിസ്റ്റായിരിക്കും ഉള്ളത്, ഗർഭപാത്രത്തിൽ. ചിലപ്പോൾ PCOD രോഗമാകാം, ചിലപ്പോൾ കിഡ്നി രോഗമാണ് നിനക്കുള്ളത്. ഇതെല്ലാം ഇപ്പോൾ ഓർക്കണം. 10,000 മനുഷ്യരെ സുഖപ്പെട്ട മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ആയിരങ്ങൾ സാക്ഷ്യം പറഞ്ഞ ഒരു ദൈവ ഇടത്തിലാണ് നീ നിൽക്കുന്നത്. പ്രാർത്ഥനയിലെ കർത്താവേ, അങ്ങയുടെ മക്കൾക്കെല്ലാം വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ മഹത്വപ്പെടുത്തണം. കർത്താവേ, സഭയിലുള്ള നിന്റെ സാന്നിധ്യത്തെ നീ പ്രകടമാക്കണം. കുടല് ചുരുങ്ങിപ്പോയവരുണ്ട്, ആഹാരം കഴിക്കുമ്പോൾ ഛർദ്ദിക്കുന്നവരുണ്ട്, കുടലിൻ്റെ അകത്തുള്ള സ്ഥലങ്ങൾ വീണ്ടും മാറിയിട്ട് അൾസർ പിടിച്ചവരുണ്ട്. അവരെല്ലാം കർത്താവ് തിരുരക്തത്താൽ കഴുകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഗർഭപാത്രം ചുരുങ്ങിപ്പോയവരുണ്ട്, ഗർഭപാത്രം വളരാത്തവരുണ്ട്, ഗർഭപാത്രത്തിൻ്റെ ഭിത്തികൾക്ക് കട്ടിയില്ലാത്തവരുണ്ട്. ഈശോ, അവരെല്ലാം നീ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, നിന്റെ ആണിപ്പെടുതാർന്ന വലത് കരത്താൽ നീ സ്പർശിക്കണമേ. കർത്താവ്, ഇടിപ്പലിനെ കർത്താവെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇടിപ്പല് ഇളകിയിരിക്കുകയും ഡിസ്ലൊക്കേറ്റ് ആകുകയും ചെയ്തതിൻ്റെ പേരിൽ പ്രാർത്ഥനയ്ക്ക് വരാൻ പറ്റാത്തവരുണ്ട്, ആഗ്രഹമുണ്ടെങ്കിലും വരാൻ പറ്റാത്തവർ. അവരുടെ ഇടിപ്പലിനെ എല്ലാം കർത്താവ് സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മേ, പരിശുദ്ധമേ, ദേവമാതാവേ, എല്ലാ മക്കൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. ശ്രദ്ധിക്കട്ടെ. ഉന്നതമായ നാമത്തിൽ അടയാളത്തിൽ ദൈവശക്തിയാൽ മക്കളെല്ലാവരെയും പ്രതിഷേധത്തിന്റെ സാക്ഷികളായി സദയം തുടരേ സുഖമായിടും എൻ്റെ ഉള്ളം അരികിൽ വരേണേ സദയം തുടരേ സുഖമായിടും എൻ്റെ ഉള്ളം. നെഞ്ച് പൂട്ടി മുഴുവൻ ശരീരവും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിലെ യേശുവിന് കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുക. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, എല്ലാ വാദരോഗികളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. എല്ലാ തരത്തിലുള്ള വാദരോഗങ്ങളെ വിശുദ്ധ രക്തത്താൽ അങ്ങ് കഴുകണമേ, സൗഖ്യപ്പെടുത്തണമേ. അസ്ഥി രോഗങ്ങള് അസ്ഥി ഉരുക്കമുള്ളവര് വെള്ളപ്പോക്കിന്റെ അസുഖമുള്ളവര് അസ്ഥി ശോഷിക്കുന്നവര് അസ്ഥിക്കുഴകളിലെ മജ്ജ ഒലിച്ചു പോകുന്നവര് അസ്ഥിക്കുള്ളിലെ മജ്ജകള് ശോഷിച്ചു പോകുന്നവര് കർത്താവേ, എല്ലാവരുടെ വേദനകളെയും ഞങ്ങളുടെ രോഗങ്ങളാണ് വേദനകളാണ് അവൻ വഹിച്ചു തന്ന വചനം അനുസ്മരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തിൽ രോഗങ്ങൾ മാറിപ്പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചില ദിവസങ്ങളിലൊക്കെ
നമ്മളുടെ തിരി മങ്ങി അങ്ങോട്ട് പോവും. എന്താ കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാലേ ചില ആൾക്കാർ ചില കുടുംബങ്ങളിലൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ മോന്തം കയറ്റിരിക്കണ കാണാം. ഞാൻ പറഞ്ഞ് വീഡിയോ തിരിക്കാൻ ചെയ്യുമ്പോഴൊക്കെ ചില എഴുത്തിമാർ മോന്തം കയറ്റിരിക്കണ കാണാം. അപ്പോൾ എന്നെ കാണുമ്പോൾ അച്ഛാ ഈശ്വംശം എന്ന് പറഞ്ഞാൽ ഒരു വല്ലാത്തൊരു സ്തുതിയാണ്. ഞാൻ പറഞ്ഞു എന്നെ പറ്റി എന്ത് പറ്റി? ഒന്നും പറയണ്ട അച്ഛാ, ഇവിടെ ഒരു തൊഴുത്ത് പോലെയാണ് അച്ഛൻ വെഞ്ചരിക്കുക, ഇതുകൊണ്ടെങ്കിലും വല്ല മെച്ചം ഉണ്ടാകട്ടെ എന്ന് പറയും. അതുപോലെ അവരുടെ മനസ്സ് വിശ്വാസം മങ്ങിപ്പോയിരിക്കുക. വീട്ടുകാരുടെ കുറേ നാട്ടുകാരുടെ അയൽവാസികളുണ്ട്, അയൽവാസികളുണ്ടാവുമല്ലോ ഇതുപോലെ പ്രശ്നം ഉണ്ടാക്കാനും വെറുതെ പോലീസ് കേസ് കൊടുക്കാനും ഒക്കെ വരുമ്പോൾ പോലീസുകാർ നമ്മുടെ വീട്ടിൽ വരും. നിങ്ങൾ നാളെ സ്റ്റേഷനിലേക്ക് വരാൻ പറയും. ഞങ്ങളെന്താ പറയണത്? അപ്പോൾ ഉടനെ ഹർജി വായിച്ച് കേൾപ്പിക്കും. പണ്ടാരക്കാലൻ ഇപ്പോൾ നമുക്കിടെ പണി വെച്ചല്ലേ. ദൈവമേ സമാധാനം ഇല്ലല്ല, തിരി മങ്ങിപ്പോവുകയാണ്. എങ്ങനെയാണ് അത് മങ്ങണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇവർ മങ്ങിയ തിരി ഇവർ കെടുത്തു. ഈ മങ്ങിയ തിരി ഇപ്പം തന്നെ തിരി മങ്ങി നിൽക്കുക. ഇത്രയും നാളെ പ്രാർത്ഥിച്ച പ്രാർത്ഥനയൊക്കെ മങ്ങിപ്പോയി, വിശ്വാസം മങ്ങിപ്പോയി, ദൈവസ്നേഹം മങ്ങിപ്പോയി, എല്ലാം മങ്ങിയിരിക്കുക. എൻ്റെ മക്കളെ നിങ്ങളെയൊക്കെ എല്ലാം ദൈവത്തിന് അറിയാം, എന്നെ അറിയാവും. എന്താ സംഭവിച്ചാൽ എന്തെങ്കിലും വിഷയമുണ്ട് അപ്പം മങ്ങിപ്പോവും. മങ്ങിയ തിരി മനുഷ്യൻ എന്താ ചെയ്യണത്? തല്ലിക്കെടുത്തി കളയും. മങ്ങിയ തിരി ഇപ്പം എന്താ, ഞാൻ ഇപ്പോൾ ഇത്രയും കഷ്ടപ്പെട്ട് എന്തുമാത്രം പ്രാർത്ഥിച്ചു, എന്നിട്ട് എൻ്റെ വീട്ടിൽ ഇപ്പം ഇന്ന് പോലീസ് മാറണില്ല എന്നുള്ള ചോദ്യം തന്നെ ഒരു കൊടുങ്കാറ്റാണ്. നിൻ്റെ ചോദ്യം നിൻ്റെ കൊടുങ്കാറ്റായി നിൻ്റെ വിശ്വാസത്തിൻ്റെ തിരിക്കെടുത്തിക്കളയും. മങ്ങിയ തിരിക്കെടുത്ത് എൻ്റെ മക്കളെ മങ്ങിയ തിരിയ, അതായത് ജീവിത പ്രശ്നങ്ങൾ, രോഗങ്ങൾ, സാമ്പത്തിക തകർച്ചകൾ, കോവിഡുകളൊക്കെ വന്നിട്ട് വിശ്വാസത്തിൻ്റെ തിരി ഇങ്ങനെ മങ്ങിപ്പോകുമ്പോൾ നീ എന്താ ചെയ്യേണ്ടത്? അതിനെ പിന്നെ ഊതിക്കെടുത്തുകയല്ലേ ചെയ്യേണ്ടത്. ദൈവദാസനാണ്ട തിരികളാണ് മങ്ങണത്. അപ്പോഴെന്ത് ചെയ്യും? ദാസനും ദാസ്യമാണെങ്കിൽ അവരാ തിരിക്കെടുത്തത്തില്ല. എന്താ കാര്യം? മങ്ങിയ തിരി എപ്പോഴായാലും ആളിക്കത്തുവെന്ന് പരിശുദ്ധാത്മാവ് അവരോട് പറയും. ഇങ്ങനെ പരിശുദ്ധാത്മാവ് പറയാത്തത് കൊണ്ടാണ് ഇതെൻ്റെ തിരി മങ്ങിയ കാലമാണ്, ഇത് സ്വീകാര്യകമായ കാലമല്ല, ഇത് പ്രസാദത്തിൻ്റെ കാലമല്ല എന്ന് പറയുമ്പോഴേ നമ്മളെന്ത് ചെയ്യും? നമ്മളെ വിശ്വാസത്തിനെ തടുത്ത് പിടിക്കണം. മറ്റ് കാറ്റുകളെ നേരിട്ട് കർത്താവേ, അമ്മ കണ്ടില്ലേ, അതായത് ഒരിക്കൽ പോലും ഈ പ്രസവക്കൂട്ടിൽ കിടന്ന് കന്നുകാലിക്കൂട്ടിൽ കിടന്ന് മെഴുകിയിട്ട് പോലും എന്തിനാണ് എന്നോട് ഇങ്ങനെ ചെയ്തത്, ഞങ്ങളോട് ഇങ്ങനെ ചെയ്തതെന്ന് മങ്ങിയ തിരി അമ്മക്ക് എടുത്തില്ല. മറിച്ച് ഈശോയെ നഷ്ടപ്പെട്ടപ്പോൾ ചോദിച്ചു, ഈശോ എന്താണ് നിന്നെ പെറ്റ രാത്രി ആരും എൻ്റെ കൂടെ ഇല്ലാഞ്ഞ്? അന്ന് ചോദിക്കാത്തൊരു ചോദ്യം ഇന്ന് ഞാൻ ചോദിക്കുകയാണ്, നീ എന്താണ് ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത്? അതാണ് അമ്മ മങ്ങിയ തിരിക്ക് എടുത്തത്തില്ല. ദൈവവിശ്വാസി, നീ പ്രാർത്ഥിക്കണം അമ്മയോട്, കാലക്കെട്ട് വീണ ഈ രാത്രി. എന്തിനാണെന്നറിയാവോ? അമ്മയെപ്പോലെ വിശ്വസിക്കാൻ, അമ്മയെപ്പോലെ എൻ്റെ വിശ്വാസത്തിൻ്റെ ദൈവസ്നേഹത്തിൻ്റെ തിരിമങ്ങുമ്പോഴേ അത് കെടുത്താതിരിക്കാൻ, നെഗറ്റീവുകൾ ചിന്തിച്ച് നെഗറ്റീവുകൾ പറഞ്ഞ് അത് കെടുത്താതിരിക്കാൻ എന്നെ അഭിഷേകം ചെയ്യണമേ. ശ്രദ്ധിക്കട്ടെ. അപ്പോൾ എന്തിനാണ് അമ്മ മങ്ങിയ തിരികെടുത്താതെ, എന്തിനാണ് ചതഞ്ഞ അങ്കണ ഒടിച്ചു കളയാതെ നിലനിർത്തിയത്? അതൊരു പ്രത്യാശയാണ്. ഇന്നല്ലെങ്കിൽ നാളെ ആ മങ്ങി നിൽക്കുന്ന അവസ്ഥയിൽ നിന്ന് ജ്വലിക്കുന്ന അവസ്ഥയിലേക്ക് വരും. ഈ സമയത്ത് എന്താണ് അമ്മ ചെയ്തത്? താഴെ ഐസയ എഴുതിയിട്ടുണ്ട്, ചതഞ്ഞ ഞാങ്കണ അവൻ മുറിക്കുകയില്ല, മങ്ങിയ തിരികെടുത്തുകയില്ല, അവൻ വിശ്വസ്തയോടെ നീതി പുലർത്തും. ഈശോയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതാണ്, പക്ഷേ ഇത് അമ്മയെക്കുറിച്ച് സത്യമാണ്. കാര്യം അമ്മ ദാസിയാണല്ലോ. ലുക്കാ 1:38 വെച്ച് ഇതാ കർത്താവിൻ്റെ ദാസി, ഈശോ ദാസൻ, ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ പ്രിയപ്പെട്ട ദാസൻ, എൻ്റെ ആത്മാവ് പ്രസാദിച്ച എൻ്റെ പ്രിയപ്പെട്ടവൻ. 12:18 മത്തായി. അപ്പോൾ നമ്മളിപ്പോൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? മത്തായി 12:18 ഈശോ ദാസനാണ്, തിരഞ്ഞെടുത്ത ദാസനാണ്. ലൂക്ക 1:38 അമ്മ ദാസിയാണ്, വചനത്തിന് വേണ്ടി സ്വയം സമർപ്പിച്ച ദാസിയാണ്. ഈ ദാസൻ്റെയും ദാസിയുടെയും ജീവിത രീതികളെ നമ്മൾ വചനാത്മകമായിട്ട് ധ്യാനിക്കുകയാണ്. അമ്മ ധ്യാനിച്ചത് 2 സ്ഥലത്ത് വെച്ച് അമ്മ ധ്യാനിച്ചു. ആട്ടിടയന്മാർ പോയപ്പോഴും ധ്യാനിച്ചു.
വചനം എന്തിനുള്ളതാണ്? ദുർഘട സമയത്ത് ധ്യാനിക്കാനുള്ളതാണ്. വചനം എന്തിനുള്ളതാണെന്ന് അമ്മ പറയും, മകനെ അത് ദുർഘട സമയത്ത് ധ്യാനിക്കാനുള്ളതാണ്. പ്രത്യേകിച്ച് എപ്പോഴും ധ്യാനിക്കണം, ദുർഘട സമയത്ത് പ്രത്യേകിച്ച്. പക്ഷേ എന്തിനാണ് ഇവർ മങ്ങിയത്തിരി കെടുത്താതിരുന്നത്? എന്തിനാണ് ഹൃദയത്തിൽ സംഗ്രഹിച്ചത്? ഒറ്റ കാര്യം, വിശ്വസ്തത. വിശ്വാസമല്ല, പ്രത്യാശയല്ല, ദൈവസ്നേഹമല്ല, വിശ്വസ്തത. അതാണ് 3 ഐസയ 42:3 ചതഞ്ഞ ഞാങ്കണ അവൻ മുറിക്കുകയില്ല, മങ്ങിയ തിരി കെടുത്തുകയില്ല, അവൻ വിശ്വസ്തയോടെ നീതി പുലർത്തും. നീതി പുലർത്തുക മാത്രമല്ല, നീതി പുലർത്തുക വെച്ചാൽ നീതി എന്നാണ്, ദൈവജനമാണ്. ദൈവജനം എന്താണ്? ദൈവ മനസ്സാണ്. ദൈവ മനസ്സിനോട് വിശ്വസ്തത കാണിക്കുന്നതായി പറയണത് എന്തിനാണ്? 4 ഐസയ 42:4 ഭൂമിയിൽ നീതി സ്ഥാപിക്കുന്നവരെ അവൻ പരാജയപ്പെടുകയില്ല, അധീരനാവുകയുമില്ല. ഭൂമിയിൽ എന്താണ്? നമ്മുടെ ജീവിതം എവിടെയാണ്? ഭൂമിയിലാണ്. നമ്മുടെ ജീവിതത്തിൽ എന്താണ് സ്ഥാപിക്കേണ്ടത്? നീതി സ്ഥാപിക്കണം. നീതി എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവത്തിൻ്റെ തിരുമനസ്സ്. ദൈവത്തിൻ്റെ തിരുമനസ്സ് എന്താണോ അത് നമ്മുടെ ജീവിതത്തിൽ സ്ഥാപിക്കുന്നവരെ എന്ത് ചെയ്യും? പരാജിതനാവുകയില്ല. അവൻ ഭൂമിയിൽ നീതി സ്ഥാപിക്കുന്നവരെ അവൻ പരാജയപ്പെടുകയില്ല. ഞാൻ പറഞ്ഞില്ലേ, സാക്ഷ്യങ്ങളൊക്കെ പറയുമ്പോൾ അവർ വിജയിച്ച ചരിത്രം പറയുകയാണ്. വിശ്വാസി വിജയിക്കാനുള്ളവനാണ്. ദൈവ തിരുമനസ്സാകുന്ന ദൈവത്തിൻ്റെ നീതി അത് ഭൂമിയാകുന്ന നമ്മുടെ ജീവിതത്തിൽ നിറവേറുമ്പോഴോ നമ്മൾ പരാജയപ്പെടുകയില്ല. നമ്മൾ യുദ്ധം ചെയ്യും, ഈ യുദ്ധം നമ്മൾ ജയിക്കും. മറിയത്തോടൊപ്പം സ്തുതിക്കട്ടെ. എൻ്റെ പേര് എബിൻ തോമസ്. ഞാൻ ഇടുക്കിയിലെ കട്ടപ്പനയ്ക്കടുത്ത് അന്യാർത്തുളു എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഞാൻ 2023 മാർച്ച് മാസത്തിലാണ് ആദ്യമായി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. 2023 ഞാനിവിടെ വരുന്ന സമയത്ത് ഒത്തിരിയേറെ പ്രയാസങ്ങളിലൂടെയും ബുദ്ധിമുട്ടുകളിലൂടെയൊക്കെയാണ് ഞാൻ കടന്നു പോയിക്കൊണ്ടിരുന്നത്. ഏറെക്കുറെ ഒരു 30 വയസ്സായിരുന്നു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ ഞാൻ ചെറുപ്പത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ വിദേശത്തൊക്കെ പോകണമെന്നും മാതാവിനെയും അതേപോലെ ജെറുസലേം അങ്ങനെയുള്ളിടത്തൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യണമെന്നൊക്കെ ഒത്തിരി ആഗ്രഹിച്ചിരുന്നു. അങ്ങനെയൊക്കെ നടക്കാതെ വന്ന സമയമായതുകൊണ്ട് ആ സമയമൊക്കെ ആയപ്പോൾ ഒരു 30 വയസ്സൊക്കെ ആയിക്കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് ഇവിടെ മാതാവ് കേരളത്തിൽ പലയിടത്തും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്, നമുക്ക് അവിടെയൊക്കെ ഒന്ന് പോയി വിസിറ്റ് ചെയ്യണം, അങ്ങനെ ഒരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് വന്നു. അങ്ങനെ ഞാനാണെന്നുണ്ടെങ്കിൽ തൊടുപുഴയിൽ ചെന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവിടെ കൃപാസനം എന്നുള്ള കൃപാസനത്തെക്കുറിച്ച് എനിക്ക് നേരത്തെ അറിയാം, പത്രത്തിലൂടെ വായിച്ചിട്ടുണ്ട്. ഞാനിവിടെ വന്നു, തുടർന്ന് ഉടമ്പടി എടുത്തു. ആദ്യമായിട്ട് ഇവിടെ വന്നു കഴിഞ്ഞപ്പം തന്നെ എനിക്കാണെന്നുണ്ടെങ്കിൽ മാതാവിനെക്കുറിച്ചൊന്നും ഇവിടെ പ്രത്യക്ഷപ്പെട്ട കൃപാസന മാതാവിനെക്കുറിച്ച് എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു. എന്നാലും ഞാനിവിടെയാണെന്നുണ്ടെങ്കിൽ ഉടമ്പടി പത്രം മേടിക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് എൻ്റെ ഹൃദയത്തിൽ, അതായത് എൻ്റെ ശരീരത്തിൽ തൊട്ടിട്ടില്ല, എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിലാണെന്നുണ്ടെങ്കിൽ ഒരു വൈബ്രേഷൻ അനുഭവിക്കുകയും ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേന് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട അമ്മ മാതാവിൻ്റെ രൂപം, സമയ ഘടികാരം നെഞ്ചി ചാർത്തി അമ്മ മാതാവിൻ്റെ രൂപം ഞാൻ ശ്രദ്ധിക്കുകയും ചെയ്തു. അന്നേരം ഇതിനെന്തോ ഒരു പ്രത്യേകതയുണ്ട്, അമ്മ മാതാവ് എന്തോ പ്രത്യേകമായിട്ട് തിരഞ്ഞെടുത്തേക്കുന്ന ഒരു സ്ഥലമാണ് എന്നുള്ള ഒരു ബോധ്യം എനിക്ക് വന്നു. അതിനുശേഷം ഉടമ്പടി എടുത്തു. തിരിച്ചിറങ്ങിയാണെന്നുണ്ടെങ്കിൽ 6ാമത്തെ കൗണ്ടറിലോട്ട് പോകുന്ന സമയത്ത് പെട്ടെന്ന് BP ജോസഫ് അച്ഛനെ കാണുകയും ഹൃദയത്തിലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് തോന്നിച്ചു അതൊരു വിശുദ്ധനാണ് എന്ന്. കാരണം അത് BP ജോസഫ് അച്ഛനാണെന്ന് എനിക്ക് അറിയത്തില്ല. അതിനുശേഷമാണ് കൃപാസനത്തെക്കുറിച്ച് ഞാൻ കൂടുതൽ അറിയുന്നത്. ഒരു 6 വർഷം മുമ്പാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാനിങ്ങനെ ഒരു സ്വപ്നം കണ്ടിരുന്നു. ഏകദേശം ഒരു 2018 അല്ലെന്നുണ്ടെങ്കിൽ അതിന് മുമ്പായിരിക്കും. ആ കാലഘട്ടത്തിൽ ഒരു സ്വപ്നം കണ്ടിരുന്നു. ഞാനിവിടെ വരുന്നതും ഉടമ്പടി എടുക്കുന്നതും BP ജോസഫ് അച്ഛനെ, അതായത് ഞാൻ ആ മുമ്പിലായിട്ട് കാണുന്നതുമൊക്കെ ആയിട്ട് സ്വപ്നം കണ്ടിരുന്നു. അതേപോലെ തന്നെ ഇവിടെ വന്നപ്പോൾ സംഭവിച്ചു. അതിനുവേണ്ടി ഏറെക്കുറെ 6 വർഷക്കാലം കാത്തിരിക്കേണ്ടി വന്നു. 2018 കാലഘട്ടത്തിൽ തന്നെയാണെന്ന് തോന്നുന്നു. എനിക്ക് ഉടമ്പടി പത്രം കിട്ടിയിട്ടുണ്ട്. പത്രം കിട്ടുമ്പോൾ ഞാനത് വായിച്ച് നോക്കാറുണ്ട്. വായിച്ച് ഓരോ ഉടമ്പടി സാക്ഷ്യം വായിക്കുമ്പോഴും ഞാൻ കൃപാസനം പത്രം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഓരോ സാക്ഷ്യം വായിക്കുമ്പോഴും ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ കരയുക ചെയ്യും. ഞാനോർത്ത് നമ്മുടെ ഹൃദയ ദുഃഖമൊക്കെ കാരണം ഓട്ടോമാറ്റിക്കായിട്ട് കരയുന്നതായിരിക്കുമെന്ന്. അത് ഈ കഴിഞ്ഞ ദിവസം അച്ഛൻ്റെ പ്രസംഗത്തിലൂടെയാണ് മനസ്സിലായത്. അതൊരു കൃപയാണ് എന്ന് മനസ്സിലായി.
ഗിഫ്റ്റ് ഓഫ് ടീയേഴ്സ്. അതിനുശേഷം കൃപാസനം ഒരു ധ്യാനകേന്ദ്രമായിരിക്കുമെന്നുള്ള ചിന്തയൊക്കെയാണ് എനിക്ക് വന്നത്. ഈ കൃപാസനം പത്രം വായിക്കുന്ന ആ സമയത്ത് തന്നെ എനിക്കാണെന്നുണ്ടെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഒരു സങ്കടത്തിലൂടെ അല്ലെങ്കിൽ ഒരു കഷ്ടതയിലൂടെ കടന്നു പോകുക എന്നുള്ളൊരു ചിന്ത എനിക്ക് സ്ഥിരമായിട്ട് വരുമായിരുന്നു. അന്നേരപ്പോഴെങ്കിലും മനസ്സിലായില്ല കൃപാസനത്തിൽ വരണമെന്നുള്ള ചിന്തയൊന്നും വന്നിരുന്നില്ല. അതിനുശേഷം ഞാൻ 2023 കൃപാസനത്തിൽ വന്നു ഉടമ്പടി എടുത്തു. ഉടമ്പടിയിലെ ഓരോ കാര്യങ്ങളും തുടർന്ന് വന്ന പുതുക്കലിലൂടെയൊക്കെയാണ് എനിക്ക് മനസ്സിലായത്. ഞാൻ തുടക്ക സമയങ്ങളിൽ കൂടുതലായിട്ടും സാക്ഷ്യവും കേട്ടിരുന്നില്ല. അതുകൊണ്ട് ഉടമ്പടി തൈലത്തിൻ്റെ പ്രയോഗവും കാര്യങ്ങളൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. 2025 ഏപ്രിൽ മാസത്തിൽ ഞാൻ വന്ന് 3-ാം പ്രാവശ്യം ഉടമ്പടി പുതുക്കുകയും അന്നാണെന്നുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കാണാനും ഒരു ഭാഗ്യം ലഭിച്ചു. അന്ന് അച്ഛനാണെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞത് 54 അതേപോലെ 72 എന്നുള്ള 2 ഡേറ്റ് പറഞ്ഞു. ഏറെക്കുറെ ആ 2 ഡേറ്റിലും എനിക്ക് അത്ഭുതകരമായ ഇടപെടൽ ഈശോയുടെ ഉണ്ടായി. ഏകദേശം 73-ാമത്തെ ദിവസമായി കഴിഞ്ഞപ്പോൾ തന്നെ എനിക്കൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനും അതുവരെ ജോലിയില്ലായിരിക്കുമായിരുന്നു. ഇന്നലെയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഉടമ്പടി 90 ദിവസം തീരുവാണ്, 3-ാമത്തെ പുതുക്കൽ. അന്നേരം തന്നെ എനിക്ക് ഓഫർ ലെറ്റർ വരികയും ഇടുക്കി അടുത്ത പ്രദേശത്ത് തന്നെയാണ്, എറണാകുളത്ത് തന്നെയാണ് ഓഫർ ലെറ്റർ വരികയും ചെയ്തു. ഞാൻ ഈ വരുന്ന 15-ാം തീയതി ജോയിൻ ചെയ്യുന്നു. 54-ാം ദിവസമാണെന്നുണ്ടെങ്കിൽ എൻ്റെ സഹോദരനാണെന്നുണ്ടെങ്കിൽ ഒരു കാർ എടുക്കാൻ വേണ്ടി അത് ബുക്ക് ചെയ്യാനുള്ള ഒരു അവസരവും കിട്ടി. അങ്ങനെ 2 കാര്യങ്ങളും അതിൻ്റെ ഭാഗമായിട്ട് നടന്നു. അതുകൂടാതെ എനിക്ക് വർഷങ്ങളായിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ചെരിഞ്ഞ് കിടന്നാലും നേരെ കിടന്നാലും എൻ്റെ വായിലാണെന്നുണ്ടെങ്കിൽ നീര് വെക്കുമായിരുന്നു. ഞാൻ ഓർത്തുകൊണ്ടിരുന്നത് അത് പല്ലുമായിട്ട് സംബന്ധിച്ച് എന്നതിലും ഒരു രോഗത്തിൻ്റെ എന്നതിലും വിഷയമായിരിക്കുമെന്നാണ്. അതിനുശേഷം ഉടമ്പടി വന്ന് പുതുക്കി കഴിഞ്ഞപ്പോഴത്തേന് ഇതൊന്ന് ആശുപത്രി കാണിക്കണമെന്ന് എനിക്ക് തോന്നി. ഞാനങ്ങനെ കൊണ്ടുപോയി കാണിക്കുകയും അത് താടിയലിൻ്റെ ഒരു പ്രോബ്ലം ആണെന്ന് എനിക്ക് മനസ്സിലായി. അതുവരെയും ഞാൻ ഉടമ്പടി തൈലമോ ഉപ്പോ എൻ്റെ വായിൽ ഞാൻ ഉപയോഗിച്ചിട്ടില്ല. അതിനുശേഷം ഒരു 2-3 ദിവസം തുടർച്ചയായിട്ട് ഉടമ്പടി തൈലവും ഉപ്പും എൻ്റെ വായിൽ ഞാൻ ഇങ്ങനെ തേക്കുകയും അതിൻ്റെ ഫലമായിട്ട് ഒരു രാത്രിയിലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു രാത്രിയിൽ ഏകദേശം ഒരു 2 മണിക്കൂറോളം ഈശോയുടെ ഒരു സ്പർശനം ഞാൻ അനുഭവിക്കുകയും ചെയ്തു. അതായത് ഒരു വൈബ്രേഷനായിട്ടും ഈശോയുടെ ഒരു സ്പർശനം തന്നെ. അന്നേരം പിറ്റേ ദിവസമാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു ഓപ്പറേഷൻ നടന്ന ഒരു വ്യക്തിക്കുണ്ടാകുന്ന പോലെയുള്ള ഒരു ക്ഷീണവും കാര്യങ്ങളൊക്കെ എനിക്ക് വന്നു. അതിനുശേഷം എൻ്റെ വായിലാണെങ്കിൽ ആ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടേ ഇല്ല. അതുകൂടാതെയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് വയറ്റിനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എപ്പോഴും ഒരു അസ്വസ്ഥതയും വേദനയും കാര്യങ്ങളൊക്കെ വരാറുണ്ടായിരുന്നു. പൈൽസിൻ്റെയൊക്കെ പോലെയുള്ള അസ്വസ്ഥതകളാണ് കൂടുതലും വന്നുകൊണ്ടിരുന്നത്. ഞാൻ ഇവിടെ നിന്ന് ഉടമ്പടി പുതുക്കി പോയതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ 2 ദിവസം കഴിഞ്ഞാൽ ഒരു ദിവസം കഴിഞ്ഞപ്പോഴത്തേന് ഒരു ദിവസം പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലാൻ വേണ്ടി രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴത്തേന് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ, അതായത് ഞാൻ അറിയാതെ തന്നെ ഒരു ലിക്വിഡ് പോവുകയും അന്നേരം എനിക്ക് സങ്കടം മാത്രമേ തോന്നിയുള്ളൂ, ഒരു ഭയമോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും തോന്നിയില്ല. അതിനുശേഷം ഞാൻ മറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ആരെയും ഡോക്ടറെ പോയി കാണാനോ ഒന്നിനും ഞാൻ പോയിട്ടില്ല, ആരോടും പറഞ്ഞിട്ടുമില്ല. ഞാൻ ഉടമ്പടി തൈലവും ഉപ്പും ഉപയോഗിച്ചു. ആ വയറിൻ്റെ പ്രോബ്ലം തൊട്ട് എല്ലാം പൂർണ്ണമായിട്ട് സുഖമായി എന്ന് പറയുമ്പോഴത്തേന് അതും ഈശോ തൊട്ട് മാറ്റി സ്പർശനം അറിയാൻ പറ്റി. അതിനുശേഷം അത് പൂർണ്ണമായും എനിക്ക് മാറിക്കിട്ടി. അതിനുശേഷം എനിക്കാണെങ്കിൽ നടുവിനാണെന്നുണ്ടെങ്കിൽ ഞാൻ വർഷങ്ങളായിട്ടാണെങ്കിൽ സെയിൽസിലാണ് വർക്ക് ചെയ്യുന്നത്. എപ്പോഴും ബൈക്കൊക്കെ ഓടിച്ചുകൊണ്ടാണ് പോകുന്നത്. അന്നേരം അതിൻ്റെ ഭാഗമായിട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് നടുവിന് ഒത്തിരി പ്രയാസവും വേദനയും, അതേപോലെ എൻ്റെ ഇടത് കാലിനാണെന്നുണ്ടെങ്കിൽ ഒത്തിരി പ്രയാസവും വേദനയൊക്കെ വരുമായിരുന്നു. അതെൻ്റെ കഴുത്തേലോട്ടും ഉണ്ടായിരുന്നു. അന്നേരം ചില ദിവസങ്ങളിലൊക്കെ വന്നു കഴിഞ്ഞാൽ നൈറ്റിലൊക്കെയാണ് ഒത്തിരി ലേറ്റായിട്ടാണ് വരുന്നത്. മണിക്കൂറുകളോളം ബൈക്കുമായിട്ട് നടക്കണം. അന്നേരം ചില ദിവസങ്ങളിലൊക്കെ വരുമ്പോഴത്തേനാണെന്നുണ്ടെങ്കിൽ കിടക്കാൻ പറ്റിയാല, ചെരിഞ്ഞൊന്ന് കിടക്കാനോ നേരെ ഒന്ന് കിടക്കാനോ പറ്റിയാലാത്ത അവസ്ഥയുണ്ടായിരുന്നു. ഈ ഉടമ്പടി ഉപ്പും ഉടമ്പടി തൈലവും നടുവേലും കഴുത്തേലും കാലയിലും ഒക്കെ തേച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അത് പിന്നീട് എനിക്കിപ്പം ഒരു 3 മാസത്തോളമായിട്ട് അതിൻ്റെ അതായത് ഒരു 80-70 ദിവസമായിട്ട് അതിൻ്റെ ഒരു കുഴപ്പവുമില്ല. ഇപ്പം പൂർണ്ണ സൗഖ്യവാനാണ് ഞാൻ. അതുകൂടാതെ എനിക്കാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ പള്ളിയിലൊക്കെ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ഒത്തിരി നേരം നിന്ന് കഴിയുമ്പോഴത്തേന് ശരീരം ഭയങ്കര സ്റ്റിഫായിട്ട് പോകും. എനിക്ക് സൈഡിലോട്ട് നോക്കാൻ പറ്റുകയില്ല, പിന്നെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഇരിക്കാൻ പറ്റുകയില്ല. അങ്ങനെ ഒരു അസ്വസ്ഥത ഉണ്ടാകുമായിരുന്നു. ആ അസ്വസ്ഥതയും ഉടമ്പടി തൈലവും ഉപ്പും ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടും അച്ഛൻ്റെ കൈവപ്പ് കിട്ടിയതിൻ്റെ ഫലമായിട്ടും പൂർണ്ണമായിട്ടും എനിക്ക് മാറിക്കിട്ടി. ഇത് കൂടാതെ വളരെയേറെ അനുഗ്രഹങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്.
പിന്നെ ഉടമ്പടി വന്ന് എടുത്തതിന് ശേഷം കൂടുതലായിട്ടും ഞാൻ കാരുണ്യ പ്രവർത്തികളൊക്കെ ചെയ്തു തുടങ്ങി. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് പത്രം കിട്ടുമ്പം തന്നെ എല്ലാം ഞാൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാറുണ്ട്. ഒന്നെന്നുണ്ടെങ്കിൽ ബസ് സ്റ്റാൻഡുകളിലായിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ പൊതുസ്ഥലങ്ങളിൽ, അല്ലെന്നുണ്ടെങ്കിൽ ആശുപത്രികളിൽ. ഞാനൊന്നും നോക്കാറില്ല, അങ്ങനെയുള്ള എല്ലായിടത്തും കൊണ്ടുപോയി മാതാവിനെയും ഈശോയെയും കുറിച്ച് പറഞ്ഞ് ഞാൻ കൊടുക്കാറുണ്ട്. പിന്നെ എൻ്റെ മുമ്പിൽ ആര് കാരുണ്യ പ്രവൃത്തിയായിട്ട് ക്യാഷായിട്ട് കൊടുക്കാൻ പറ്റുന്നത് ഞാനങ്ങനെ ചെയ്യാറുണ്ട്. പിന്നെ രോഗികളെ സന്ദർശിക്കാറുണ്ട്. പിന്നെ ആഴ്ചവട്ടത്തിൽ ഒരിക്കലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അസീസി ആശ്രമം സന്ദർശിക്കുകയും അവർക്ക് വേണ്ടി ചെയ്ത ചെറിയ കാര്യങ്ങളൊക്കെ, അതായത് ചിലപ്പോൾ നഖം വെട്ടി കൊടുക്കലായിരിക്കും, അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ ചെയ്യുക, അവരുമായിട്ട് ഒത്തിരി നേരം ഇരുന്ന് സംസാരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ എൻ്റെ എൻ്റെ ജീവിതത്തിൽ വന്ന വ്യത്യാസങ്ങൾ എന്ന് പറഞ്ഞാൽ, ഞാൻ കുർബാനയ്ക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒത്തിരി മുടക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ഞാൻ എൻ്റെ ജോലിയെക്കുറിച്ച് പറഞ്ഞായിരുന്നു. അന്നേരം പലപ്പോഴും കുർബാനയ്ക്ക് പോക്കും ഉള്ള കാര്യങ്ങളൊക്കെ നടക്കാറില്ല, പലപ്പോഴും മടിയായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ഥിരമായിട്ട്, അതായത് പറ്റുന്ന ദിവസങ്ങളിലെല്ലാം ഞാൻ കുർബാനയ്ക്ക് പോകുന്നു. ഞായറാഴ്ച കുർബാനകൾ മുടക്കാറില്ല. കുമ്പസാരമൊക്കെ ആണെന്നുണ്ടെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ റെഗുലറായിട്ട് നടക്കുന്നു. കുടുംബ പ്രാർത്ഥനയാണെന്നുണ്ടെങ്കിൽ സ്ഥിരമായിട്ട് മുടക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. കുടുംബ പ്രാർത്ഥനയെല്ലാം പങ്കുകൂടുന്നു. ബൈബിൾ വായനയാണെന്നുണ്ടെങ്കിൽ മുടക്കാറില്ല, ഉറപ്പായിട്ടും അരമണിക്കൂർ ഞാൻ ബൈബിൾ വായിച്ചിരിക്കും. പിന്നെ ചെറിയ പ്രാർത്ഥനകളും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നു. മാതാവിനും തിരുകുമാരനും കോടാനുകോടി നന്ദി ഞാൻ പ്രഖ്യാപിക്കുന്നു. അമ്മ മാതാവ് എനിക്ക് തന്ന സഹായം, ഞാൻ 24 വർഷം ഞാൻ ജോലി ചെയ്ത ഒരു സ്ഥാപനത്തിൽ നിന്നും പെട്ടെന്ന് എനിക്ക് ജോലി നഷ്ടപ്പെടേണ്ടി വന്നു. എൻ്റെ പേര് എൽസമ്മ. ഞാൻ നാലാഞ്ചിറ പാറോട്ടുകോണം തിരുവനന്തപുരത്തു നിന്ന് വരികയാണ്. കുന്നുംപുറം ഇടവകയാണ് ഞാൻ. ഇടവകയിലെ കൗൺസിലർ അംഗമാണ് ഞാൻ. സജീവമായി പങ്കെടുക്കുന്നുണ്ട് അതിനകത്ത്. അതുപോലെ തന്നെ എൻ്റെ സാക്ഷ്യം പറയുകയാണ് എൻ്റെ ഉദ്ദേശം. 24 വർഷമായി എനിക്ക് ജോലി ഉണ്ടായിരുന്നു. ആ ജോലിയിൽ എനിക്ക് നഷ്ടമാകുകയും ആ സ്ഥാപനത്തിൽ ഒരു വൻ നഷ്ടം ഉണ്ടാകുകയും അത് അടച്ചിടേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. അതിനുശേഷം എനിക്ക് ഏജ് ഓവറാകുകയും എനിക്ക് ജോലി ലഭിക്കാൻ ഒരു സാധ്യതയും ഇല്ലാത്ത ഒരു സന്ദർഭത്തിലാണ് ഞാൻ ഈ കൃപാസനത്തിൽ എത്തിച്ചേരുന്നത്. അമ്മ മാതാവ് വഴിയായി ഞാൻ കൃപാസന മാതാവ് സത്യമാണോ ഇല്ലയോ എന്നൊന്നും എനിക്ക് തിരിച്ചറിയത്തില്ലായിരുന്നു. അവസാനം ഈ വേളയിൽ ഞാൻ ജോലി ചെയ്യുന്ന സമയങ്ങളിൽ തന്നെയും എനിക്ക് വിദേശത്ത് പോകാനും എനിക്ക് സാധിച്ച്. 1 വർഷമേ പക്ഷേ എനിക്ക് അവിടെ നിൽക്കാൻ പറ്റിയതുള്ളൂ. തിരിച്ച് ഞാൻ വന്നപ്പോൾ എനിക്ക് ജോലി ഒന്നിനും ഒരു സാധ്യതയില്ല. എന്നാലും മാതാവിൻ്റെ ഉടമ്പടി പ്രകാരം ഞാൻ പത്രങ്ങൾ കൊടുക്കുകയും വീടാനു തോറും രോഗികളെ സന്ദർശിക്കുകയൊക്കെ ഞാൻ ചെയ്യാൻ തുടങ്ങി. അവസാനം ഞാൻ 2-3 ഇൻ്റർവ്യൂകളിൽ പോയിട്ടൊന്നും എനിക്ക് സാധിച്ചില്ല. അപ്പോൾ ഇൻ്റർവ്യൂവിന് പോകുന്ന ഇനിയൊരു ഇൻ്റർവ്യൂ എനിക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ എന്താ എൻ്റെ സർട്ടിഫിക്കറ്റും എൻ്റെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും എല്ലാമായിട്ട് ഞാൻ ഇവിടെ കൃപാസനത്തിൽ വന്ന് ഈ അച്ഛൻ്റെ കൈ ഞാൻ പ്രാർത്ഥിക്കാൻ കൊടുത്ത് മാതാവിൻ്റെ തിരുസന്നിധിയിൽ വെച്ച് പ്രാർത്ഥിച്ച് എനിക്ക് തന്ന് 3-ാം ദിവസം ഞാനത് ഇൻ്റർവ്യൂവിന് പോവുകയും എൻ്റെ ഈ സർട്ടിഫിക്കറ്റ് കണ്ടിട്ട് പറഞ്ഞ് ഏജ് കുറവായതുകൊണ്ട് ഒരു സാധ്യതയുമില്ല. അപ്പം ഞാൻ ഇൻ്റർവ്യൂവിന് പോയപ്പോൾ എൻ്റെ കാശ് രൂപം ഞാൻ കൈ പിടിച്ച് വെച്ചുകൊണ്ടാണ് ഞാൻ പോയത്. നെഞ്ചോട് ചേർത്ത് വെച്ച് കർത്താവ്, ഞാൻ ഈ 50 വയസ്സിന് മേളിലായ എനിക്ക് ഒരു ജോലി സാധ്യതയും എനിക്കില്ല എന്നുള്ള എനിക്ക് ഉറപ്പാണ്. അമ്മ മാതാവ് സഹായിച്ചല്ലാതെ എനിക്ക് ഇനി ഒരു ജോലി കയറാൻ സാധ്യമല്ല എന്ന് എനിക്കറിയാം. അങ്ങനെ ഞാൻ ഇൻ്റർവ്യൂവിന് ചെന്ന്, പക്ഷെ അവർ എൻ്റെ ഏജ് മാത്രം നോക്കിയില്ല. എൻ്റെ എക്സ്പീരിയൻസും എൻ്റെ സർട്ടിഫിക്കറ്റും എല്ലാം നോക്കിയതിന് ശേഷം അവരെന്നെ സെലക്ട് ചെയ്യുകയും ഞാൻ ജോലിയിൽ തുടർന്ന് ഇപ്പം പ്രവർത്തിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, എൻ്റെ മോൾക്ക് നേഴ്സിങ്ങിന് പഠിക്കുകയാണ്. അവൾക്ക് ഫീസ് അടയ്ക്കാൻ ഒരു നിർവാഹമില്ല. ഞാനൊരു ചിട്ടി തുടങ്ങി 3-ാമത്തെ ഗഡു അടയ്ക്കാൻ എനിക്ക് ഒരു നിവർത്തിയില്ല. അപ്പോഴാണ് എനിക്ക് ഈ 24 വർഷം ജോലി ചെയ്തെങ്കിൽ 1 രൂപ പോലും എനിക്ക് ഗ്രാറ്റുവിറ്റിയോ അങ്ങനെയുള്ള ഒരു സാധ്യതയും എനിക്ക് ഇല്ലായിരുന്നു. ഈ 3-ാം വർഷമായപ്പോൾ ഞാൻ വീണ്ടും പുതുക്കാൻ ഇവിടെ 3 മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും പുതുക്കാൻ വന്ന് ഞാൻ ഈ മാതാവിനോട് ഉടമ്പടി വെച്ച്, മാതാവേ എൻ്റെ മോൾക്ക് ഫീസ് അടയ്ക്കാൻ ഒരു നിവർത്തിയില്ല, എന്നെ സഹായിക്കണമേ എന്ന് ഞാൻ വീണ്ടും പ്രാർത്ഥിച്ച് ഉടമ്പടി നിയോഗം വെച്ച് ഈ 24 വർഷം എനിക്ക് കിട്ടാതിരുന്ന പൈസയിൽ മോൾക്ക് ഫീസ് അടക്കം കുറച്ച് തുകയല്ലേ ആണെങ്കിലും അത് ആ സമയത്ത് എനിക്ക് സാധിച്ചു തന്നു. അവിടെ ആ ഒരു വർഷം 3-ാമത്തെ വർഷത്തെ ഗഡു അടയ്ക്കാനായിട്ട് എനിക്ക് സാധിച്ച്. അമ്മ മാതാവും കൃപാസന മാതാവും
തിരുക്കുമാരനും ചെയ്തു തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കോടാനുകോടി നന്ദി പറഞ്ഞുകൊണ്ട് അമ്മ മാതാവ് പറയുന്നു, ഈശോ പറയുന്ന പോലെ കർത്താവിൻ്റെ ഇടയനാവുന്നു, നിനക്കൊന്നിനും ഒരു കുറവുണ്ടാകുകയില്ല എന്ന് കർത്താവ് അരുളി ചെയ്തതുപോലെ എൻ്റെ ജീവിതത്തിലും നിറവേറുന്നു. അതുപോലെ ഇനിയൊരു പ്രാർത്ഥനയാണ്. മകൻ ഒരു ജോലി ഇതുവരെ ആയിട്ടില്ല, ഓരോ കോഴ്സുകളും പഠിക്കാൻ പോകും, പക്ഷേ അതിലൊന്നും അവൻ പൂർത്തിയാക്കാതെ നടക്കുകയാണ്. മാതാവും തിരുകുമാരനും ഇന്ന് ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ട്, ആ പ്രാർത്ഥനയിൽ ഞാൻ നിയോഗം വെച്ചിട്ടുണ്ട്, അത് സാധ്യമാക്കി തരുമെന്നും ഞാൻ പറയുന്നു. പ്രേക്ഷിത വേദനയായിട്ട് ഞാൻ രോഗികളെ സന്ദർശിക്കുകയും വീടാനും രോഗികൾ എവിടെ ഉണ്ടെങ്കിൽ നമ്മുടെ കുടുംബത്തിലുള്ളവരെ അല്ല, അയൽവാസികളെ ആയാലും അല്ലാതെ വീടുകളിൽ രോഗികളായി കഴിയുന്നവരെയൊക്കെ പോയി കാണുകയും പത്രങ്ങൾ കൊടുക്കുകയും വീട് തോറും പത്രം കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ കാരുണ്യ പ്രവർത്തിച്ച പാവങ്ങളായിട്ടുള്ളവരെ വലിയ തുകയിൽ സഹായിച്ചില്ലെങ്കിലും ചെറിയ തുകയായിട്ടെങ്കിലും എനിക്ക് സഹായിക്കാൻ സാധിച്ചിട്ടുണ്ട്. എൻ്റെ അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷ്യം